നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം മസാല അഥവാ കൂൺ മസാലയാണ്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ മഷ്റൂം മസാല. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ മഷ്റൂം മസാല ഉണ്ടാക്കാമെന്ന്. ഞാനിവിടെ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ പുറത്തെ തൊലി ഇതുപോലെ പീൽ ചെയ്തെടുക്കണം. എല്ലാ മഷ്റൂമും ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി മസാല ഉണ്ടാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകമിട്ട് പൊട്ടിക്കണം. ആദ്യം തന്നെ കൂടുതൽ ഓയിൽ ഒഴിക്കരുത്, അങ്ങനെ ഒഴിച്ചാൽ ജീരകം പൊട്ടാൻ പാടാണ്. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്യണം. അതിനുശേഷം 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 2 ഏലക്കായും 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഒരു കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി സവാള പെട്ടെന്ന് വഴണ്ടു വരാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യണം. സവാള നന്നായി വഴണ്ടു വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യണം. അതിനായി ഞാൻ 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും 6 വെളുത്തുള്ളിയും 2 പച്ചമുളകുമാണ് എടുത്തത്. ഒന്നുകിൽ ഇതെല്ലാം കൂടി പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ നന്നായി ചതച്ച് എടുക്കണം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യണം. ഇതൊരു മീഡിയം സ്പൈസി ആയിട്ടുള്ള കറിയാണ്. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം പോയതിന് ശേഷം 2 മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കണം. തക്കാളി ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അരച്ചതാണിത്. ഇനി തക്കാളി നന്നായി വെന്ത് കിട്ടാൻ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. ഇനി പുളി എങ്ങാനും കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. തൈര് ചേർത്തതിന് ശേഷം മസാലയുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഈ ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കണം. അടുത്തതായി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഒരു 12 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ച പേസ്റ്റാണിത്. ഇത് മസാലയിലോട്ട് ആഡ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ അണ്ടിപ്പരിപ്പാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കി അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് ഇവിടെ കുറച്ച് ഉപ്പ് ആവശ്യം വന്നു, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലാണ് മഷ്റൂം കട്ട് ചെയ്ത് ഇരിക്കുന്നത്. മഷ്റൂം ഇട്ട് നന്നായി ഇളക്കി ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. മഷ്റൂം പെട്ടെന്ന് കുക്കാകും. ഇപ്പോൾ മഷ്റൂം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്, അതായത് ഡ്രൈ ആയിട്ടുള്ള
ഉലുവയുടെ ഇല പൊടിച്ചതും കൂടി ആഡ് ചെയ്യണം. കസൂരി മേത്തി ലൈറ്റായിട്ട് ചൂടാക്കി കയ്യിലിട്ട് തിരുമ്മിയാൽ മതി, അപ്പോൾ അത് പൊടിയായി കിട്ടും. ഇപ്പം നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ക്രീമി ആയിട്ടുള്ള കറിയാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ ഫീലാണ് ഈ കറിക്ക്. അവസാനമായി ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി വയ്ക്കണം. ഇനി മഷ്റൂം മസാല സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും തയ്യാറാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ ആലു പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വളരെ യമ്മി ആയിട്ടുള്ള കറിയാണ്. താങ്ക് യു.